കരയിൽ നിറഞ്ഞു വിളിക്കുകയും സന്ദർഭത്തിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഇത് വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയുടെ ദാസിയെ ആശ്വസിപ്പിക്കുന്നതിന് ഇതിന്റെ മരണത്തിന്റെ നാഥനും പിതാവിനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ കരുണയുടെ വലം പാകേ ആരാധിച്ചു വളർന്നു ഞങ്ങൾക്കുണ്ടാനും രക്ഷയുയരും നൽകുന്നു. ആകാശവും ഭൂമിയിലേതാകുന്നു, ആകാശമേ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മുതലായുസ്സോ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ റൂഹായേ മുതലാവന്നിൽ തെളിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. കർത്താവേ, നിന്റെ കരുണയും അനുഗമിക്കേണ്ട ദയാഹികളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. അവനെ ത്രിത്വത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുഖനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവാന്മാന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. ഉന്നത നൃപനാം നിശിതാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃഗരെ മഹിമാവഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധിനെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാവത്തിന് നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാവുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. സജീവവും ജീവിതായികവുമായി സ്വതത്താലാസനെ ഉയർപ്പിച്ച കർത്താവേ, ആശുദ്ധ മഹിനയുമായ നീതിവിധിയുടെ ദിവസത്തിൽ ഞങ്ങളുടെ അമ്മച്ചിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരം നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.
അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവ് നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായെ മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഉന്നത നൃപനാമിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ കരുണരുളേണം. ഉന്നത നൃപനാമിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാമിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമിടാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവരയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാമിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നിൽ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകും. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്ന് അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ ും ആമേൻ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അപൂർവം കടാക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ നിസ്സീമമായ പരിപാലനയെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ അങ്ങയെ പ്രസാദിപ്പിച്ച് ഈ സഹോദരിയെ കടങ്ങളിലും പാപങ്ങളിൽ നിന്നും അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും സ്വർഗഭാഗ്യത്തിന് അർഹയാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഴത്തിൽ നിന്ന് അഖിലേശ പാപികൾ നിന്നെ വിളിക്കുന്നു. പ്രാർത്ഥന സദയം കേൾക്കണമേ. പാപവിമോചനമേകണമേ. മർത്യകുലത്തിൻ പാപങ്ങൾ കർത്താവിന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിക്കാതിരിക്കട്ടെ. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും കർത്താവെ അങ്ങ് ഓർക്കരുതേ. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവെ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എന്റെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേ, എന്റെ ആത്മാവിനെ ജെറുസലേമിനടുത്ത് ഏകദേശം 15 സാദിയോൺ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം എനിക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉത്ഥാനവും ജീവനും ഞാനാകുന്നു. ദാസിക്കേകണ ഉന്നത മോഹന പറുദീസായിൽ വിജയ കിരീടം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിരന്തരനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സ. അവരാന്റെ കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരെ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായേ മദനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം.
മുതൽ എന്നേക്കുവാൻ. നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. രവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകാം മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപന മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, ശബ്ദം കേൾക്കണം. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടും. എന്റെ പ്രതീക്ഷാവിന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പാപങ്ങൾ പെറുക്കുന്നവനും കണറിഞ്ഞവനും നീതിവനെ ദീർഘാതിന്റെയും മണത്തിന്റെയും നാഥനും പിതാമതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മതത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനെ അർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിസ്തന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്ഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉറപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായെ, നിന്റെ കുരിശന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രദക്ഷിണാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭം മുതൽ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിൻ്റെ മേൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവേശ്വര, ആമേൻ. എൻ്റെ കർത്താവിനെയും പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തുവലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാന്ത കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴി അങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ
ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതൽ മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപന മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപന മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആശ്രമം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ അങ്ങേ ദാസിയെ വിളിക്കുകയും അങ്ങേ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവെ അനുഗ്രഹിക്കണമേ. മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ വത്സല മാതാവിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭാംഗമായ ടോമി അച്ഛന് വിൻസെൻ്റ് സഭയുടെ പേരിലുള്ള അനുശോചനം അറിയിക്കുകയും പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് ഈ സഹോദരിയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ആശയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലംഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു.
അതുതാൻ ഞങ്ങൾക്കുത്ഥാനം രക്ഷയുയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാന്റെ കീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി. ബാവാപുത്രൻ റൂഹായേ, മൃതനാം എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കുവാമേ തെളിവായി എന്നുടെ നാഥ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ അധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവ്, നീ ആകാശത്തിലും ഭൂമിയിലും സുദർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപന മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപന മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നിട്ട് തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, സ്നേഹമുള്ളവരെ, വീണ്ടും ഒരു മരണത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ പ്രിയപ്പെട്ട അമ്മച്ചിയും അപ്പച്ചനും ഈ ഭവനത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് യാത്രയായതിൻ്റെ നൊമ്പരവും വേദനയുമെല്ലാം നമുക്കെല്ലാവർക്കും ഉണ്ട്. വളരെ പ്രത്യേകിച്ച് ഇവിടെ പ്രിയപ്പെട്ട മക്കൾക്ക് ടോമിയച്ചന് ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ വേദനയിൽ നമ്മളെല്ലാവരും പങ്കുചേർന്നുകൊണ്ട് വളരെ പ്രത്യേകമായി ഇടവക സമൂഹം മുഴുവനും ഈ വേദനയിലും വേർപാടിലും പങ്കുചേർന്നുകൊണ്ട് ഇടവകയുടെ നാമത്തിലുള്ള എല്ലാ അനുശോചനവും സ്നേഹപൂർവ്വം ഈ കുടുംബത്തെയും ബഹുമാനപ്പെട്ട ടോമിയച്ചനെയും അറിയിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. ആ വിശ്വാസത്തിൻ്റെ വലിയ കരുത്തോടുകൂടി ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷയിൽ നമുക്ക് ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ സ്വർഗീയ ജീവിതത്തിലേക്ക് നമുക്ക് യാത്രയാക്കാം. ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട അമ്മച്ചിയെ സ്വർഗീയ മഹത്വത്തിലേക്ക് എത്രയും വേഗം വളർന്ന് എടുക്കണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർമ്മത്തിൽ പങ്കുചേരാം.
നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിതീരനെ ആശീർവദിക്കണമേ. ഈ ജലത്തെ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെ പരിമള സസ്യങ്ങളുടെ നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മനത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മനത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം അനന്തത്തോട് വാണിടുവാൻ ദാസിക്ക് വരമിന്നരുളേണം. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വർദ്ധം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജന ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. ഭക്തിര പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. ഭക്തിരേവം സകലേശൻ നികരാം നൂതനമാക്കുന്നു. ചിറക് വിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിൽ അഖിലേശൻ വിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിൻ വിധതിടാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ മാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ.
മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല ഗുരുത്വലം ഭാഗ്യ നൽകണമേ നിത്തായുസിൻ പരമോന്നതമാം. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ശിംശിഹായുടെ സുവിശേഷം. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ടോമിയച്ചൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളായ ടോണി, ടോജോ, സഹോദരി ടെസി, അനുജൻ ടോസി, അതോടൊപ്പം ത്രേസ്യാമ്മ അമ്മച്ചിയുടെ 8 പേരടങ്ങുന്ന സഹോദരങ്ങളുടെ കുടുംബത്തിലെ അനുജത്തിയായിരിക്കുന്ന സിസ്റ്ററും ഒരു സഹോദരനും ഇപ്പോൾ ഇവിടെയുണ്ട്. അതോടൊപ്പം സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധമായ ഒരു വിശ്വാസ ജീവിതം നയിച്ച് ദൈവസന്നിധിയിലേക്ക് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ കടന്നുപോയ ഒരമ്മച്ചിക്ക് യാത്രയയപ്പ് നൽകുന്നതിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ത്രേസ്യാമ്മ അമ്മച്ചിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയൊരു അനുഗ്രഹമായിരുന്നു ഈ കുടുംബത്തിനും ഇടവകയ്ക്കും ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും. ഏകദേശം 67 ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം ഈ ഭവനത്തിലെ അപ്പച്ചനും ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി നമ്മളിവിടെ വന്ന് കൂടിയിരുന്നു. അന്ന് കടന്നു വന്നപ്പോൾ ഈ അമ്മച്ചിയോട് ഏകദേശം 1 മണിക്കൂറിലധികം ടോമിയച്ചനോടൊപ്പം ഇരുന്ന് സംസാരിച്ചിരുന്നു. എല്ലാ ആരോഗ്യത്തോടും എല്ലാവിധത്തിലും എല്ലാ കാര്യങ്ങളും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ അന്ന് സംസാരിച്ചിരുന്നു. വളരെ ആകസ്മികമായിട്ട് പെട്ടെന്ന് മരിച്ചതിൻ്റെ ഒരു വേദന നമുക്കെല്ലാവർക്കും ഉണ്ട്. അതേസമയം ഇത്രയും വിശ്വാസം നിറഞ്ഞൊരു ജീവിതം നയിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയതിൻ്റെ അഭിമാനവും പ്രത്യാശയും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കർത്താവ് വചനത്തിൽ പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. പൗലോസ്ലീഹ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ജീവിതം ക്രിസ്തുവായിരിക്കുന്നവർക്ക് മരണം നേട്ടമാണ്. അതാണ് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ത്രേസ്യാമ്മച്ചിയുടെ ജീവിതം ക്രിസ്തുവായിരുന്നു, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളനുസരിച്ചുള്ള ജീവിതമായിരുന്നു.
അപ്പോൾ തീർച്ചയായിട്ടും ഈ അമ്മച്ചിയെ ദൈവം നമുക്ക് നൽകിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയേണ്ട നിമിഷങ്ങൾ കൂടെയാണ്. ഒരിക്കലൊരു പുസ്തകം വായിച്ചപ്പോൾ ഒരു കുടുംബം അവർ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്ന ഒരു കുടുംബമാണ്. ഒരിക്കൽ അവരുടെ ഏക മകൻ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചു, 19 വയസ്സുള്ള മകൻ. അപ്പോൾ അവരുടെ ഈ വിശ്വാസത്തെ പരിഹസിച്ചിരുന്ന ചിലർ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇനി എന്തിനെ പ്രതിയാണ് ദൈവത്തിന് നന്ദി പറയുക? അപ്പോൾ ആ അപ്പച്ചനും അമ്മച്ചിയും ഒരുമിച്ച് പറഞ്ഞ കാര്യം ഇതാണ്, ഞങ്ങൾ ഇനിയും ദൈവത്തിന് നന്ദി പറയും. ഇത്രയും നല്ലൊരു മകനെ 19 വർഷം ഞങ്ങൾക്ക് വളർത്തുവാൻ ഞങ്ങളോടൊപ്പം നൽകിയതിന്, ആ മകനോടൊപ്പമുള്ള ഈ 19 വർഷത്തെ അനുഭവങ്ങൾക്ക് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കും. നമ്മളിന്ന് അമ്മച്ചിയുടെ അരികിലായിരിക്കുമ്പോൾ കഴിഞ്ഞ 84 വർഷങ്ങൾ ഈ അമ്മച്ചിയോടൊപ്പം ആയിരിക്കുവാനും അമ്മച്ചിയുടെ സ്നേഹം അനുഭവിക്കുവാനും അമ്മച്ചിയുടെ വിശ്വാസത്തിൽ പങ്കുപറ്റാൻ സാധിച്ചതിനും നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ട നിമിഷങ്ങൾ കൂടെയാണ്. തീർച്ചയായിട്ടും കുറച്ച് നേരത്തെ ടോമീച്ചനായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറയുകയായിരുന്നു, അമ്മയുടെ മരണത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിലൊക്കെ കൂടുതൽ പ്രാർത്ഥനാ ചൈതന്യത്തിലേക്കും അതോടൊപ്പം അപ്പച്ചനടുത്ത് വരുന്നതായിട്ടുള്ള അനുഭവമൊക്കെ ഉണ്ടായതായിട്ട് മക്കളോട് പങ്കുവച്ചിരുന്നു. തീർച്ചയായിട്ടും ആ ദൈവാനുഭവത്തിൽ ജീവിച്ച അമ്മച്ചിയുടെ ജീവിതം വലിയൊരു അനുഗ്രഹമാണ്. അതോടൊപ്പം നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ട നിമിഷങ്ങൾ കൂടെയാണ്. ഇത്രയും നല്ലൊരു അമ്മച്ചിയെ ഈ കുടുംബത്തിനും നമുക്കെല്ലാവർക്കും നൽകിയതിനും വിൻസെൻഷൻ സഭയിലേക്ക് ബഹുമാനപ്പെട്ട ടോമിയച്ചനെ നൽകിയതിനും പ്രത്യേകമായിട്ട് ഈ സമയം നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, അമ്മച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കുടുംബജീവിതം ദൈവത്തിൻ്റെ ഒരു വിളിയാണ്, ദൈവവിളിയാണ്. പരസ്പരം സ്നേഹിക്കാനും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കാനുമാണ് കുടുംബജീവിതത്തിലേക്ക് വിളിക്കുന്നതെന്ന് തിരുസഭ പഠിപ്പിക്കുമ്പോൾ ഈ അമ്മ 5 മക്കൾക്ക് ജന്മം നൽകി, അവരെ വളർത്തി വലുതാക്കി, അവരെല്ലാവരെയും ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിപ്പിച്ചു. അവർക്ക് കൊച്ചുമക്കളായി ദൈവം ഈ അമ്മച്ചിയെ ഏൽപ്പിച്ചിരുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ മനോഹരമായിട്ട് നിർവഹിച്ച ഒരു അമ്മയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അമ്മച്ചിക്ക് സെൻറ്റ് മേരീസ് സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു. ആദ്യം ടീച്ചറായും പിന്നീട് ക്ലർക്കായും അവിടെ സെൻറ്റ് മേരീസ് സ്കൂളിൽ ജോലി ചെയ്യുന്നു. അവൾ ഈ ഉത്തരവാദിത്തങ്ങൾക്കൊക്കെ ഇടയിൽ ഈ 5 മക്കളെയും നോക്കി വളർത്തി വലുതാക്കി ഒരു ജീവിതാന്തസ്സിലേക്ക് പ്രവേശിപ്പിച്ച് അവരുടെ കടമകളൊക്കെ നിറവേറ്റി അമ്മ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ ചൈതന്യത്തിലൂടെയാണ് ദൈവത്തിൻ്റെ അരികിലേക്ക് പോയത്. നമുക്ക് പ്രത്യേകമായിട്ട് അമ്മച്ചിയെ ഓർത്ത് അമ്മച്ചി ഒരു അനുഗ്രഹമായി മാറിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹമുള്ളവർ, അതോടൊപ്പം ബഹുമാനപ്പെട്ട ടോമിയച്ചൻ അദ്ദേഹം ദൈവവിളി സ്വീകരിക്കുന്ന സമയത്തൊക്കെ ഈ അമ്മ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഞാനും അച്ഛനും ഒരുമിച്ച് സെമിനാരിൽ ചേർന്നവരാണ്. അതിനുശേഷം പിന്നീട് ഞാൻ പലപ്പോഴും ഈ ഭവനത്തിൽ വന്നിട്ടുണ്ട്, ഈ അമ്മച്ചിയോട് പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. അവൾ ആ അമ്മച്ചിയുടെ സ്നേഹവും കരുതലും ദൈവവിളിയോടുള്ള സ്നേഹവും ഒക്കെ വളരെ വലുതാണ്. അച്ഛൻ തന്നെ ഒരിക്കലും എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, അമ്മച്ചി പലയിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു തന്ന വിശുദ്ധരുടെ പുസ്തകങ്ങൾ, ആത്മീയ ഗ്രന്ഥങ്ങൾ അച്ഛന് ദൈവവിളി സ്വീകരിക്കുവാനും ഇങ്ങനൊരു വിശുദ്ധമായ ജീവിതാവസ്ഥ തിരഞ്ഞെടുക്കാനും അച്ഛന് പ്രേരണയായിട്ടുണ്ട്. തുടർന്ന് ഞങ്ങളുടെ ഫിലോസഫി പഠനം കഴിഞ്ഞപ്പോഴാണ് ആഫ്രിക്കയിലേക്ക് പോകുവാൻ, ആഫ്രിക്കൻ മിഷനിലേക്ക് പോകുവാൻ അച്ഛനെ തിരഞ്ഞെടുത്തത്. അപ്പോഴും അമ്മ വളരെ ശക്തമായിട്ട് സപ്പോർട്ടായിട്ട് പ്രാർത്ഥനയായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ ആഫ്രിക്കയിൽ പോയി പഠിക്കുകയും അവിടെ പിന്നെ വലിയൊരു മിഷൻ ചൈതന്യത്തോടുകൂടെ പ്രവർത്തിക്കാൻ അച്ഛന് സാധിക്കുകയൊക്കെ ചെയ്തത് ഈ അമ്മയുടെ ഈ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് അമ്മയുടെ അനുഗ്രഹമായ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അമ്മയിലൂടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഇടവകയിൽ കുറേ നന്മകൾ ചെയ്തിട്ടുണ്ട്. അമ്മ സൊഡാലിറ്റി CLCയിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം സെൻറ്റ് മേരീസ് സ്കൂളിലെ പ്രവർത്തനങ്ങളിലൂടെ അനേകം കുട്ടികളുടെ ജീവിതത്തിൽ ഒക്കെ ഒത്തിരിയേറെ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ഈ വിശ്വാസ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഏറ്റവും വിശ്വസ്തയോടെ നിർവഹിച്ച് ദൈവസന്നിധിയിലേക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന അമ്മ നമുക്കെല്ലാവർക്കും വലിയൊരു മാതൃകയാണ്. ആ അമ്മ തീർച്ചയായിട്ടും സ്വർഗത്തിലിരുന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കും.
കത്തോലിക്ക സഭ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ലൈഫ് ഈസ് ചേഞ്ച്ഡ് ബട്ട് നോട്ട് എൻഡഡ്. അതേ, ജീവിതം മാറിപ്പോകുന്നു, അതേസമയം അവസാനിച്ചിട്ടില്ല. അതേ, അമ്മ ഈ ലോക ജീവിതത്തിൽ നിന്ന് കർത്താവിൻ്റെ അരികിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അമ്മ അനുഗ്രഹമായിട്ട് ദൈവസന്നിധിയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നിരാശപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. നമുക്ക് ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മയിലൂടെ ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാം. പ്രത്യേകിച്ച് ടോമിയച്ചൻ്റെ കുടുംബാംഗങ്ങൾക്ക്, ടോമിയച്ചനും ജ്യേഷ്ഠ സഹോദരങ്ങളായിട്ടുള്ള ടോണി, ടോജോ അവരുടെ കുടുംബങ്ങൾക്കും, സഹോദരി ടെസ്സിയുടെ കുടുംബത്തിനും, അനുജൻ ടോസിയുടെ കുടുംബത്തിനും പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥനകളും അനുശോചനവും പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുണ്ടാകും. വിൻസെൻഷ്യൻ സഭയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥനകളുണ്ട്. വിൻസെൻഷ്യൻ സഭയുടെ സുപ്പീരിയർ ജനറൽ അച്ഛനുണ്ട്, പ്രൊവിൻഷ്യൽ അച്ഛനുണ്ട്, മറ്റധികാരികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ അമ്മയെ നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഈ അമ്മയിലൂടെ കൂടുതൽ അനുഗ്രഹം ഈ കുടുംബത്തിനും ഈ ലോകത്തിനും ലഭിക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് തുടർന്നുള്ള തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം നിന്ന് രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വകരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ, നിന്റെ ദാസി ത്രേസ്യാമ്മ അമ്മച്ചിയുടെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവും ആകാശത്തിന്റെ പമ്പടി സൃഷ്ടാവുമായ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. ജീവനുമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയുടന്തികമാർന്നഖിലേശൻ
ശാന്തി പൊഴിഞ്ഞു. ഒരു ദിവസം ബേസനിയായും സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പിതൃത്വ വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നമ്മൾ മൃതദേഹവുമായിട്ട് ദേവാലയത്തിലേക്ക് ഉടനെ പോവുകയാണ്. ഇവിടെ നിൽക്കുന്നവരെല്ലാം ഇറങ്ങി റോഡിലേക്ക് ആ ഭാഗത്തേക്ക് പോകുക. ഹൈവേ തിരക്കുള്ള സ്ഥലമാണ്, നമുക്കറിയാം. വളരെ സൂക്ഷിച്ച് ആ റോഡ് മുറിച്ച് കടക്കത്തക്ക രീതിയിൽ അണിനിരക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരേതയുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടുള്ള അനുസ്മരണ ബലി അടുത്ത ബുധനാഴ്ച രാവിലെ 7 മണിയുടെ കുർബാനയോടുകൂടി നടത്തപ്പെടുന്നതാണെന്നുള്ള കാര്യം എല്ലാവരെയും സ്നേഹപൂർവ്വം അറിയിക്കുകയും ചെയ്യുന്നു. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതേ എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം മരണരുളിടാൻ കഴിവില്ലാത്തമേ. യുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ.
ഞാൻ നിരന്തരം പ്രവർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പല്ല കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവന്റെ നാമമൊന്നും ധന്യമാകുന്നു. മൃതിയെ മുറ പോൽ നാഥന അയക്കുന്നു. ദുഷ്ടനമിളയിൽ ശിഷ്ടനും ഒരുപോലെ. നീ എന്നെ സൃഷ്ടിച്ചമേൽ കൈവച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണം ഉദ്ധാനം. പ്രകാശമുദിച്ചു കനകപ്രഭയിൽ കബറിടം ഒളിച്ചിന്നു. അതിലുള്ളവരോ നാഥനു പുകഴ് പാടും. കാതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. മരണവും കൈകൊണ്ടല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടെ ലോകം വിട്ടുപോയിരിക്കുന്ന സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സത്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ സഹോദരി ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടി ഈ സഹോദരിയെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഈ സഹോദരിയുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ഈ സഹോദരിയെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടാൽ ഞങ്ങളെ മനോഹരരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീതമാത്രം അണിയിക്കുന്നു. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റ് കൂദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊല്ലുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മരണശേഷം ഉയർപ്പിച്ച ക്ഷേരാഗ്നിയെ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതങ്ങളിൽ തിനിയും നൈരാശ്യമുടെ തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിയും കഴിവില്ലേതും വൃതനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ നേടി ഭീകരമൃതിതൻ ചങ്ങലയേവം പൊട്ടിലുറുങ്ങി മൃതിയുടെ കൊടു
നിരത്തി നാഥൻ നവമാധാരണത്തിൻ പാത തുറന്നു സ്വർഗമണഞ്ഞോരസുതനിധിയും ജയലാളിതനായി പരുമേതലയിൽ കുരിശിൻ പ്രഭയായി പരിവേഷിതനായി ആകാശത്തിൽ ദൂതന്മാരും പരമേശ്വരരും അക്ഷമരഹ്നിൻ ആത്മദിവസം പാട്ടുകട്ടിപ്പൂ യജമാനൻ പ്രതിഫലമേകാനെത്തും ദിവസം വേഗം പുലരാൻ നൃത്യഗണങ്ങൾ നോക്കിയിരിക്കൂ മണവാളൻ വന്നെത്തുന്നേരം മണവറ ചേരാൻ വിധികൾ തെളിച്ച കന്യാമണികൾ കാത്തുവഴിക്കൂ ചന്ദ്രരായ ദൂതന്മാരും തിരുസന്നിധിയിൽ ആരപൂർവം അണിനിൽക്കുന്നു സുഗതമണികൾ ചാത്തിയൊരുങ്ങി വരുവിൻ വരുവിൻ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മറവിലാക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ വിശുദ്ധമായ ശ്രമങ്ങൾ അവരുടെ മോചനമാകുന്നു. വിശുദ്ധമായ വിശുദ്ധമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ണമേ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും. നാഥനായ ദൈവം മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂടാശകൾ അത്യുന്നതത്തിന്റെ ന്യായാസനങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ജീവിക്കുന്നവനഭയം നീ നൽകണമേ പ്രധാനായുസ്സും പാപങ്ങൾ വായിക്കണമേ നിൻ കൃപയാലെ മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. ശോണിതവും ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാതിൻ സുതരേ നിത്യവിൽ ചേർക്കണമേ. പ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. സർവേശ നീ പരിശുദ്ധൻ, ബലവാദി നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ,
ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു, ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. എന്റെ ആത്മാവെ നീ ഇതിനെ നിരാശപ്പെടുന്നു, നീ എന്തിനു വിഷാദിച്ചു കലങ്ങുന്നു, നീ ദൈവത്തിൽ ആശ്രയിക്കുക. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കാട്ടിൽ തേടി നടക്കുന്ന മാൻപേടിയെ പോലെ കർത്താവേ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവരെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കേട്ടു നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഓർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനായ ദൈവമാരോടും വിശുദ്ധന്മാരോടും കൂടെ ഉഷ്ണമായ ഉയർപ്പും മഹിമയുമായ നിത്യജീവൻ നൽകി സ്വർഗരാജ്യമാകുന്ന വത്സലയത്തേക്ക് ഞങ്ങളുടെ അമ്മച്ചിയെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മൾ നിലവിട്ടുമായ മിശിഹായുടെ മൗലിക ശരീരത്തിലെ ഞങ്ങളുടെ അമ്മച്ചിയെ അനുഗമിക്കുകയും ഈ മൃതസംസാരത്തിൽ സഹകരിച്ച് ഞങ്ങളുടെ അമ്മച്ചിയെ ബഹുമാനിക്കുകയും ചെയ്യുന്നവരെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കൃപ നിരന്തരം ഞങ്ങളിൽ വസിക്കുകയും അവരുടെ കാര്യം നിത്യങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആദരാഞ്ജലിക്കാനുള്ള സമയമാണ്. പുറത്തു നിൽക്കുന്നവർ നടുവിലൂടെ വന്ന് പൂക്കൾ സ്വീകരിച്ച് ആദരാഞ്ജലിച്ചതിന് ശേഷം കേന്ദ്രത്തോട് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ 4:30 മണിക്ക് പള്ളിയിൽ ബഹുമാനപ്പെട്ട ഡൊണേഷൻ കുർബാന അർപ്പിക്കുന്നതാണ് വേണ്ടി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, ബഹുമാനപ്പെട്ട പൊസിഷൻ കോൺഗ്രിഗേഷന്റെ ജനറലച്ഛ, മേരിമാത ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺഗ്രിഗേഷന്റെ മേരിമാത ഫോറൻസിന്റെ കോൺഷാളച്ഛ, ഇൻസ്റ്റിറ്റ്യൂഷൻ സഭയിലെ അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ബന്ധുമിത്രാദികളെ, മറ്റു സഹോദരങ്ങളെ, ഈശ്വര പ്രിയപ്പെട്ടവരെ, ഈ അവസരം പ്രത്യേകം നന്ദി പറയുവാനായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രത്യേകമായിട്ട് ദിവസങ്ങളിൽ ചാച്ചൻ മരിച്ചതിന് ശേഷവും അംശയുടെ വന്നപ്പോഴും ഞങ്ങളോടുകൂടി
ആയിരിക്കും. ഞങ്ങളോടുകൂടി ആയിരിക്കുകയും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് വികാരി അച്ഛന് എല്ലാ കാര്യത്തിലും ഞാൻ വിളിച്ചപ്പോഴും എല്ലാ കാര്യത്തിലും സഹകരിക്കുവാനും ഞങ്ങളെ സഹോദരങ്ങൾ അപ്രോച്ച് ചെയ്തപ്പോഴും എല്ലാ കാര്യത്തിലും മുൻപോട്ട് നിന്നുകൊണ്ട് സഹായിക്കുവാനായിട്ട് എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. വികാരി അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ അവസരത്തില് വിൻസെഷൻ കോൺഗ്രിഗേഷന്റെ സുപ്രീം ജനറൽ വലിയ ബഹുമാനപ്പെട്ട ജോൺ കടത്തിങ്ങൽ അച്ഛൻ ഇവിടെയുണ്ട്. അച്ഛന് എൻ്റെ ഹൃദയം നിന്ന് നന്ദി പറയുന്നു. കോൺഗ്രിഗേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അച്ഛൻ ഇവിടെ വന്നു ഈ കർമ്മത്തിൽ പങ്കെടുക്കുകയും ഞങ്ങളുടെ അമ്മച്ചിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രത്യേക നന്ദി. അച്ഛൻ്റെ കൗൺസിലർക്കും പ്രത്യേക നന്ദി പറയുന്നു. അടുത്തതായിട്ട് വിൻസെഷൻ കോൺഗ്രിഗേഷന്റെ മേരി മാതാ പ്രോവിൻസിലെ പ്രൊഫസർ ഫാദർ പോൾ പുതുവാച്ചനാണ്. അച്ഛൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചാച്ച മരിച്ചപ്പോൾ അച്ഛന് വരാൻ പറ്റിയില്ല. അമ്മച്ചി മരിച്ചപ്പോൾ അച്ഛൻ ഞാൻ ആഫ്രിക്കയിലായിരുന്നപ്പോൾ തന്നെ വിളിച്ച് ആശ്വസിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വയ്ക്കുകയും ചെയ്തു. അച്ഛൻ പ്രത്യേകം നന്ദി പറയുന്നു. അച്ഛനും അച്ഛൻ്റെ പ്രൊഫഷണൽ കൗൺസിലേഴ്സിനും പിന്നെ വിൻസെഷൻ സഭാംഗങ്ങളായ എൻ്റെ സഹോദരങ്ങൾ ഇവിടെയുണ്ട്. പ്രത്യേകമായിട്ട് എൻ്റെ ഭാഷകാരായ അച്ഛന്മാര് ഫാദർ ബാബു വടക്കര രാവിലെ ഇവിടെ വന്നായിരുന്നു. ഫാദർ ജോർജ് തേനാട്ടുപള്ളി അച്ഛൻ ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് വേണ്ടി വിശുദ്ധ വചനം പങ്കുവച്ച ഫാദർ ബിജു ക്രൂനൻ അച്ഛൻ. അച്ഛനും ഞങ്ങളും ഒരേ ഭാഷയാണ്. അച്ഛന്മാർക്കും മറ്റച്ഛെല്ലാം എല്ലാ അച്ഛന്മാർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എന്നെ ആശ്വസിപ്പിക്കുകയും എന്നോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ കുടുംബത്തിന് പ്രാർത്ഥിക്കുകയും അച്ഛന്മാർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. സിസ്റ്റേഴ്സ്, വ്യത്യസ്തമായ സഭയിൽ നിന്ന് സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അമ്മച്ചിക്ക് വേണ്ടി അമ്മച്ചിനെ അറിയാവുന്നവരും അമ്മച്ചി അടുത്തറിയാവുന്നവരുമായ സിസ്റ്റേഴ്സ്, അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. ഇവിടെ വന്നവിടെ എല്ലാ ബന്ധുജനങ്ങൾക്കും വിശ്വാസികൾക്കും ഈശോയുടെ നാമത്തിൽ പ്രത്യേക നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബുധനാഴ്ച അമ്മച്ചിയുടെ ഓർമ്മയായിട്ട് രാവിലെ 7 മണിക്ക് കുർബാനയുണ്ട്. അപ്പോൾ എല്ലാവരെയും ആ കുർബാനയിലേക്ക് സന്തോഷപൂർവ്വം ക്ഷണിക്കുകയും അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.